ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റാൻഡം പ്രോസസ് ആണ്. ഈ റാൻഡം പ്രോസസ് പൊതുവെ സ്റ്റുഡൻസിന് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടൊന്നും പിടികിട്ടുന്നില്ല എന്നൊക്കെ അവർ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ടോപ്പിക്കിൽ ഒത്തിരി തിയറംസും പ്രൂഫ്സും ഒക്കെ പഠിക്കാനുണ്ട്. ഈ പ്രൂഫ്സ് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഇഷ്ടമില്ല പഠിക്കാനായിട്ട്. മാത്തമാറ്റിക്കലായിട്ട് ഉള്ള പ്രൂഫ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമില്ല. പ്രോബ്ലംസ് ആണെങ്കിൽ ചെയ്തു പോവാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചാപ്റ്ററിലെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ ഇതിൽ ഏത് പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ്സ് പഠിക്കണം. അപ്പോൾ എന്തൊക്കെ ഏത് ഓർഡറിൽ പഠിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ, വാട്ട് ഈസ് ദ പ്രോപ്പർ ഡെഫിനിഷൻ, ലൈൻ ബൈ വേർഡ് റാൻഡം പ്രോസസ്സിന്റെ ഡെഫിനിഷൻ പഠിക്കണം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റാൻഡം പ്രോസസ്, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ റാൻഡം വേരിയബിൾ ആൻഡ് എ റാൻഡം പ്രോസസ്. റാൻഡം വേരിയബിൾ എന്താണ്, റാൻഡം പ്രോസസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് തിങ്, ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ പുതിയ കുറച്ച് ടേംസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. ബട്ട് there are some new terms, autocorrelation, autocovariance, correlation coefficient, അങ്ങനെ കുറച്ച് ടേംസ് എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് പഠിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ട് നമുക്ക് വാട്ട് ഈസ് ദ പ്രോപ്പർ ഡെഫിനിഷൻ ഓഫ് റാൻഡം പ്രോസസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലിസൺ. ഈ റാൻഡം പ്രോസസ് ടോപ്പിക്കിലെ ഏത് കോൺസെപ്റ്റ് പഠിക്കണമെങ്കിലും യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഡെഫിനിഷൻ റിയലി വെൽ. ഈ ഡെഫിനിഷൻ ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കണം. So let's learn that first. A random process is a collection or ensemble of random variables. I use the word ensemble. Ensemble എന്ന് യൂസ് ചെയ്യാൻ കാരണം ensemble word meaning ഗ്രൂപ്പ് എന്നാണ്, അല്ലെങ്കിൽ കളക്ഷൻ എന്നാണ്. പിന്നെ നമ്മുടെ എർഗോഡിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഉണ്ടാവും. അവിടെ ensemble average എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. സോ ensemble ആദ്യമേ യൂസ് ചെയ്തേ ഉള്ളൂ. Ensemble of random variables capital X of S, T that are functions of a real variable t. ഇവിടെ t represent ചെയ്യുന്ന time parameter, where S is an element of capital S and T is an element of capital T. Here capital T നമ്മൾ വിളിക്കുന്ന പാരാമീറ്റർ സെറ്റ് അഥവാ ഇൻഡെക്സ് സെറ്റ് എന്നാണ്. ക്യാപിറ്റൽ S നെ നമ്മൾ വിളിക്കുന്നത് സാമ്പിൾ സ്പേസ് എന്നാണ്. Then this random process is also known as stochastic process. സോ ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രോസസ്സിന്റെ, ഈ റാൻഡം പ്രോസസ് എന്നൊരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡെഫിനിഷൻ വായിച്ചതുകൊണ്ടോ ബൈഹാർട്ട് ചെയ്തതുകൊണ്ടോ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് പിടികിട്ടത്തില്ല. സോ അതിന്റെ റിയൽ കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് പ്രീവിയസ്, അതായത് കുറച്ച് ബേസിക് നോളജ്, ദാറ്റ് ഈസ് ഇഫ് എനിവൺ ഹിയർ ഈസ് ലേണിംഗ് പ്രോബബിലിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ ആർ സപ്പോസ് ടു ഹാവ് സം ബേസിക് നോളജ് അബൌട്ട് റാൻഡം വേരിയബിൾസ്, ദെൻ റാൻഡം എക്സ്പെരിമെന്റ്സ്, സാമ്പിൾ സ്പേസ്, ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കും. സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, സാമ്പിൾ സ്പേസ് എന്താണ്, റാൻഡം വേരിയബിൾ എന്താണെന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു തരാം. എങ്കിലും എനിക്ക് ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഐ എം എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്? രണ്ടാമത്തെ ടേം എന്താണ് സാമ്പിൾ സ്പേസ്, വാട്ട് യു മീൻ ബൈ ദ ടേം സാമ്പിൾ സ്പേസ്. ആൻഡ് ദെൻ ഓൺലി ഐ എം ഡീലിംഗ് വിത്ത് റാൻഡം വേരിയബിൾസ്. ക്ലിയർ? ഈ 3 ടേമും ക്ലിയർ ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. റാൻഡം എക്സ്പെരിമെന്റ് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കോയിൻ ടോസിങ്, അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നു. ക്ലിയർ? അല്ലെങ്കിൽ സേ വാട്ട് കാർഡ് ഗെയിം, കാർഡ് എക്സ്പെരിമെന്റ്, ഒരു കിങ്ങോ ക്യൂനോ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാർഡ് എക്സ്പെരിമെന്റ്. ദെൻ ഒരു ബാഗിനകത്ത് കുറച്ച് ബോൾസ് ഇട്ടിട്ട് ഒരു ബോൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ഓൾ ദോസ് എക്സ്പെരിമെന്റ്സ് ആർ റാൻഡം എക്സ്പെരിമെന്റ്സ്. എന്തുകൊണ്ട് ഞാൻ അതിനെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ, ഈ എക്സ്പെരിമെന്റ്സിനെല്ലാം കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഈസ് ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഇത്രയും ഞാൻ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിലും ഔട്ട്കം എന്താണ് വരുന്നതെന്ന് വി കനോട്ട് പ്രെഡിക്റ്റ്. നമുക്കറിയാം, കോയിൻ ടോസ് ചെയ്താൽ വി നോ ദാറ്റ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴും. അതിൽ ഏത് വീഴുമെന്ന് കൃത്യമായിട്ട്, നമുക്കൊരു അൺബയാസ്ഡ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏത് വീഴുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, 1 2 3 4 5 6 ഒരു ഡൈസിനകത്ത് വരാൻ പറ്റുന്ന പോസിബിൾ ഔട്ട്കംസ് ഇതാണെന്ന് അറിയാം.
പക്ഷെ വി കനോട്ട് പ്രെഡിക്ട് 1 വീഴും അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ വീഴുന്നു പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ദോസ് എക്സ്പെരിമെന്റ്സ് ആർ നോൺ ആസ് റാൻഡം എക്സ്പെരിമെന്റ്സ്. ക്ലിയർ? അപ്പോൾ അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ്, റാൻഡം എക്സ്പെരിമെന്റ്സിൽ പറ്റുന്ന ഔട്ട്കം, ലിസ്റ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസ്, ഏതൊക്കെ ഔട്ട്കംസ് വീഴുമെന്ന് നമ്മളൊരു സെറ്റിനകത്ത് എഴുതുവാണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ക്ലിയർ? സോ സാമ്പിൾ സ്പേസ് എന്താണെന്ന് മനസ്സിലായി. സാമ്പിൾ സ്പേസ് ഫോർ എക്സാമ്പിൾ ഇൻ എ കോയിൻ ടോസ് എക്സ്പെരിമെന്റ്, നമ്മൾ കോയിൻ ടോസ് ചെയ്യാണ്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എ കോയിൻ ടോസ് ഫോർ 1 ടൈം. ഒരു തവണ എറിഞ്ഞ ഒരു കോയിന്റെ സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് തന്നെ എഴുതാം. ഇറ്റ് വിൽ ബി സാമ്പിൾ സ്പേസ് വിൽ ബി ഹെഡ് കോമ ടെയിൽ. കാരണം കോയിൻ എറിഞ്ഞാൽ ഹെഡും ടെയിലും മാത്രമേ വീഴത്തുള്ളൂ, അല്ലാതെ കിങ് കാർഡോ നമ്പർ 3 എന്ന് പറയുന്ന നമ്പറോ പിങ്ക് ബോളോ ഒന്നും വരത്തില്ല. വരുന്നെങ്കിൽ ഹെഡോ ടെയിലോ മാത്രമേ വരത്തുള്ളൂ. സോ പോസിബിൾ ഔട്ട്കംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റിനകത്ത് എഴുതുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ സ്പേസ്. സോ റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലായി, സാമ്പിൾ സ്പേസ് എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ? ഇനി എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാരണം ഞാൻ ഇത് രണ്ടിന്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടി ഈ കോളം വരച്ചത്. ലിസൺ ഹിയർ, റാൻഡം വേരിയബിൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ഇസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ്. ക്ലിയർ? അതിനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റിന്റെ സെറ്റ് ആണ് വി കോൾ ഇറ്റ് ആസ് സാമ്പിൾ സ്പേസ്. ഇസ്ന്റ് ഇറ്റ്? സോ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരാളാണ് റാൻഡം വേരിയബിൾ. നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കേണ്ട കാര്യം, റാൻഡം വേരിയബിൾ ഓൾവേസ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. മോസ്റ്റ് പ്രോബബ്ലി വി യൂസ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ വൈ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യുന്ന ഈ റാൻഡം വേരിയബിള് ഓബ്വിയസ്ലി ഇയാളുടെ എസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. കോയിൻ എറിഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് കോമ ടെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഹെഡ് കോമ ടെയില് ഇൻ ആൻ എക്സ്പെരിമെന്റ് ഐ എം ഗിവിംഗ് എ സെന്റൻസ് ലൈക്ക് ദിസ്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഹെഡ്സ്. എത്ര ഹെഡ് വീഴുന്നത് നമ്പർ ആണ്. ദ ഔട്ട്കം വിൽ ബി, അതാണ് ഞാൻ അടുത്ത സെന്റൻസ് ചെയ്യുന്നത്. ഔട്ട്കം ഇസ് മാപ്ഡ് ഓൺ ടു എ നമ്പർ എക്സ്. ക്ലിയർ? ഇപ്പൊ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എന്റെ സക്സസ് എങ്കിൽ ഞാൻ അതിനെ ക്യാപിറ്റൽ എക്സ് എന്ന് എടുക്കുന്നു. നമ്പർ ഓഫ് ടെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപിറ്റൽ എക്സ്, ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ടെയിൽസ് എന്ന് എടുക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാണ്, കോയിൻ ടോസ് ആണ് എക്സ്പെരിമെന്റ് എങ്കിൽ ഹെഡും ടെയിലും മാത്രമേ വരത്തുള്ളൂ. ഒരിക്കലും വേറെ നമ്പേഴ്സ് ഒന്നോ വേറെ ബ്ലൂ ബോളോ അതൊന്നും വരത്തില്ല. സോ ഓബ്വിയസ്ലി ക്യാപിറ്റൽ എക്സ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ എസ്. സ്മോൾ എസ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് സാമ്പിൾ സ്പേസിന്റെ ഒരു എലമെന്റ് ആണെന്ന് കാണിക്കാനാണ് സ്മോൾ എസ് എന്ന് എഴുതിയത്. സോ ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഞാൻ ഇവിടെ പറയാൻ കാരണം, സോ നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, റാൻഡം വേരിയബിൾസ് ഇസ് ഓൾവേസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ്. എന്താണോ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് പോസിബിൾ ഔട്ട്കം അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങളുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന പുള്ളി. അപ്പൊ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് റാൻഡം പ്രോസസ്? റാൻഡം പ്രോസസ്സിന്റെ ഡെഫിനിഷൻ ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ പറയാം. റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഓബ്വിയസ്ലി അതിന്റെ കൂടെ നമ്മുടെ ടൈം പാരാമീറ്ററും കൂടെ വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ? അതായത് റാൻഡം വേരിയബിൾ പറയുമ്പോൾ എക്സ് ഓഫ് എസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റാൻഡം പ്രോസസ് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് കോമ ടി എന്ന് യൂസ് ചെയ്യണം. ക്ലിയർ? അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കണം. ക്ലിയർ? പിന്നെ എക്സ് ഓഫ് എസ് നമ്മൾ ഡിനോട്ട് ചെയ്യാറില്ല. റാൻഡം വേരിയബിൾ പറയുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എക്സ് എന്നേ പറയുള്ളൂ. ബിക്കോസ് എസ് ഇസ് ഓബ്വിയസ്, സാമ്പിൾ സ്പേസിന്റെ ഫംഗ്ഷൻ ആണെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ എസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ? അതുപോലെ റാൻഡം പ്രോസസ് ഡിനോട്ട് ചെയ്യുമ്പോഴും ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് കോമ ടി എന്ന് എപ്പോഴും എഴുതേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്ന് എഴുതണം. കാരണം ഈ റാൻഡം വേരിയബിളും റാൻഡം പ്രോസസ്സും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. നോട്ട് ചെയ്ത് പഠിച്ചോണം. റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്താൽ റാൻഡം പ്രോസസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി. ബിക്കോസ് ടൈം പാരാമീറ്റർ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഡെഫിനിഷൻ വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഇനി ഞാൻ ഓരോന്ന് വായിച്ചു തരാം. A random process is an ensemble or collection of random variables. നിങ്ങൾ കണ്ടല്ലോ, ഒരു റാൻഡം വേരിയബിൾ x1, x2, x3 അങ്ങനെ ഒരുപാട് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ എടുക്കണമെന്നില്ല. അതിന്റെ കളക്ഷൻസ്, അതിന്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ റാൻഡം പ്രോസസ് എന്ന് വിളിക്കുന്നത്. Of a real variable t, that is the important thing. X is a function of t.
പിന്നെ ഓബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ഓൾസോ. സാമ്പിൾ സ്പേസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് എസ് കോമ ടി എന്നാണ് റിയലി എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡെഫിനിഷനിൽ എക്സ് കോമ ടി എന്ന് എഴുതേണ്ടത്. പക്ഷെ അണ്ടർസ്റ്റുഡ് ആയത് കാരണം ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്നോ ക്യാപിറ്റൽ വൈ ഓഫ് ടി എന്നോ കൊടുത്താലും മതി. ക്ലിയർ ആണോ? അപ്പൊ ഇനി നിങ്ങൾ ഈ ഡെഫിനിഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ഓഫ് എസ് കോമ ടി ഇസ് ഡിനോട്ടഡ് ബൈ റാൻഡം പ്രോസസ്. പിന്നെ അതുപോലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചാൽ സ്ഥിരമായിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഡിഫൈൻ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്. എത്രയോ പ്രാവശ്യം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് എക്സാമിന് ചോദിച്ചു. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം പലരും ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഇസ് നത്തിങ്. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. റാൻഡം പ്രോസസിന്റെ മറ്റൊരു പേര്. ഡിഫൈൻ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ എഴുതുക. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാൻഡം വേരിയബിൾ ആൻഡ് റാൻഡം പ്രോസസ്? അതും ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റാൻഡം വേരിയബിൾ ആൻഡ് റാൻഡം പ്രോസസ് അതിന്റെ ഡെഫിനിഷനിൽ തന്നെയാണ്. റാൻഡം വേരിയബിൾ സിമ്പിൾ ആയിട്ട് ഞാൻ ആലോചിക്കാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ്. എന്താണ് സാമ്പിൾ സ്പേസ്? പുള്ളിയുടെ ഡെഫിനിഷൻ എഴുതുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. That is capital X of S. Whereas random process, it is a function of both possible outcomes of a random experiment. That is sample space in the function and time. Time parameter highlight ചെയ്തോണം. ടൈമിനാണ് മാർക്ക് ഇരിക്കുന്നത്. കാരണം പ്രോസസ് എന്ന് പറയുമ്പോൾ ഇനി ടൈമിന്റെ കാര്യം. ക്ലിയർ? Then outcome is mapped down to a number x. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമായിരുന്നു. ഇപ്പൊ like capital X denotes the number of heads എന്ന് പറയുന്നു. ക്ലിയർ? നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയും. ഞാൻ ഒരാളുടെ കയ്യില് കോയിൻ ടോസ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് പുള്ളിയോട് പറയുക 5 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യാൻ പറയുന്നു. ക്ലിയർ? ഐ ആസ്ക് ഹിം ടു ടോസ് കോയിൻ ഫോർ 5 ടൈംസ്. 5 പ്രാവശ്യം വരികയാണ്. സോ എന്തൊക്കെ കേസസ് പോസിബിൾ ആണ്? ഹെഡ്സ് വീഴാൻ എന്തൊക്കെ കേസസ് പോസിബിൾ ആണ്? ഞാൻ ചോദിച്ചത് പോസിബിലിറ്റി, പ്രോബബിലിറ്റി അല്ല ഞാൻ ചോദിച്ചത്. എന്തൊക്കെ കേസസ്? ഫോർ എക്സാമ്പിൾ 5 പ്രാവശ്യം പുള്ളിക്കാരൻ കോയിൻ ടോസ് ചെയ്തിട്ടും ഹെഡ് വീഴാതിരിക്കാം. ദാറ്റ് ഈസ് ദ 0th കേസ്. ക്ലിയർ? സോ 0 ഇസ് എ പോസിബിലിറ്റി. നെക്സ്റ്റ്, 5 പ്രാവശ്യം എറിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഹെഡ് വീഴാം. 5 പ്രാവശ്യം എറിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഹെഡ് വീഴാം. 3 പ്രാവശ്യം ഹെഡ് വീഴാം. 4 പ്രാവശ്യം വീഴാം. മാക്സിമം പോയാൽ 5 പ്രാവശ്യം ഹെഡ് വീഴാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? സോ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, ഐ യൂസ് ദ ടേം റാൻഡം വേരിയബിൾ, ടേക്സ് ദ വാല്യൂ 0, 1, 2, 3, 4, 5. അപ്പൊ 5 പ്രാവശ്യം എറിയാൻ കൊടുത്താൽ 5 വരെ മാക്സിമം പോവും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 until this 5. അപ്പൊ ഈ ഓരോ നമ്പേഴ്സ് ഡിസ്ക്രീറ്റ് ആയിട്ട് ഞാൻ എടുത്ത ഓരോ നമ്പേഴ്സിനെ വി കോൾ ഇറ്റ് ആസ് സ്മോൾ എക്സ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് എഴുതുന്നതിന്റെ റീസൺ അതാണ്. അതായത് ക്യാപിറ്റൽ, ഇതിന്റെ അർത്ഥം ഇതാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സ്മോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പൊ ഹെഡ് ആണെങ്കിൽ 4 തവണ ഹെഡ് വീണാൽ, അല്ലെങ്കിൽ കിങ് കാർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 4 പ്രാവശ്യം കിങ് കാർഡ് വീണാൽ അതായിരിക്കും ഈ നമ്പർ 4 അല്ലെങ്കിൽ നമ്പർ എക്സ് എന്ന് ഉദ്ദേശിക്കും. ഇനി റാൻഡം പ്രോസസ്സിന്റെ കാര്യം വരുമ്പോൾ ഏത് എക്സാമ്പിൾ നമ്മളിപ്പോൾ റാൻഡം വേരിയബിളിന്റെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിനെയും ടൈം റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ക്ലിയർ? ഫോർ എക്സാമ്പിൾ എന്തോ ഡൈ എറിയുന്ന കാര്യം പറഞ്ഞു. At a particular time, there is a problem. Customers are arriving at a bank. അതിനൊരു മീൻ അറൈവൽ ടൈം തരും. ആക്ച്വലി ഒരു പോയിസൺ പ്രോസസ് എന്ന് പറയും. നിങ്ങൾക്കറിയാം, റാൻഡം വേരിയബിൾ പഠിക്കുമ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. അപ്പൊ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ അതിന്റെ പ്രോസസ്സാണ് പോയിസൺ പ്രോസസ് എന്ന് പറയുന്നത്. സിമിലർലി ഇവിടെ നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നു, അവിടെ ഗോസിയൻ പ്രോസസ് പഠിക്കുന്നു. എനിത്തിങ് പ്രോസസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്, ഇനി റാൻഡം പ്രോസസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം പാരാമീറ്റർ. ഈ രണ്ട് കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ഈ റാൻഡം പ്രോസസ് ചാപ്റ്ററിൽ എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് വാല്യൂസ് യൂസ് ചെയ്യും എന്ന് നോക്കാം. അതും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലിസൺ, ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് വാല്യൂസ് ഉണ്ട്. ഈ ചാപ്റ്ററിലെ ആവറേജ് വാല്യൂസ് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് മീൻ. ഫസ്റ്റ് വൺ ഈസ് മീൻ. വെരി ഇമ്പോർട്ടന്റ് ആണ് മീൻ എന്ന് പറയുന്ന ടേം. ദെൻ വേരിയൻസ് ഉണ്ട്. ഓട്ടോ കോറിലേഷൻ മീനിനെക്കാളും ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോ കോറിലേഷൻ ഡിസ്കസ് ചെയ്യാം. ദെൻ ഓട്ടോ കോവേരിയൻസ് എന്ന് പറയുന്ന ടേം ഉണ്ട്. ക്രോസ് കോറിലേഷൻ, ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഈ 6 ടേംസ്
പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് നീങ്ങാൻ പറ്റും. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് ടേം, മീൻ. മീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റിയിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് മീൻ, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ, എക്സ്പെക്ടേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ്. ഞാൻ വേഗം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് എപ്പോഴും 30s മാർക്ക് വാങ്ങുന്ന ഞാനാണ്. ഫസ്റ്റ് എക്സാമിന് എനിക്ക് 34 കിട്ടി, നെക്സ്റ്റ് എക്സാമിന് 35 കിട്ടി, അല്ലെങ്കിൽ 34 തന്നെ പിന്നെയും കിട്ടി. സോ ഏത് എക്സാംസ് ഇട്ടാലും ഒരു 30s റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന എനിക്ക് നെക്സ്റ്റ് എക്സാം വരുമ്പോഴും 30s മാർക്ക് കിട്ടാനേ ഒരാൾ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് എന്റെ ആവറേജ് മാർക്ക് എന്താണോ അതേ ഒരാൾ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദാറ്റ് റാൻഡം വേരിയബിൾ. ക്ലിയർ? ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. സോ അതുപോലെ ഹിയർ റാൻഡം പ്രോസസ്സിൽ മീൻ ഇസ് ഡിനോട്ടഡ് ബൈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നല്ല ഡിനോട്ട് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊരു പ്രോസസ്സ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ടൈം പാരാമീറ്ററും കൂടി വരണം. സോ ഇ ഓഫ് എക്സ് ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ബൈ മ്യൂ ഓഫ് ടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചില ടെക്സ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂ എക്സ് ഓഫ് ടി എന്ന് കാണും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വേണോ ഡിനോട്ട് ചെയ്യാം, മ്യൂ സഫിക്സ് എക്സ് ഓഫ് ടി എന്നും ചോദിക്കാം. എനിവേ ഡിനോഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. Then അതിന്റെ ഡെഫിനിഷൻ പോലെ മീന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് അറ്റ് ടൈം ടി. ക്ലിയർ? ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ എഴുതിയതിന്റെ കാരണം നിങ്ങൾ അങ്ങോട്ട് ഇനി പ്രോബ്ലം ചെയ്യും. കാരണം WSS പ്രോസസ്, പാർഷ്യൽ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലംസ് ഇനിയുണ്ട്. ആ ടോപ്പിക് എല്ലാം വരുമ്പോൾ ഈ ഒരു ഫോർമുല ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ലേൺ ദിസ് നൗ ഇറ്റ് സെൽഫ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ സപ്പോസ് തീറ്റ ഇസ് എ വേരിയബിൾ വിച്ച് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 0,2 പൈ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഇന്റർവെലിനകത്തേ ഡിഫൈൻഡ് ആവത്തുള്ളൂ. ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരുവാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ദാറ്റ് റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ടേക്കൺ ബൈ ടേക്കിംഗ് ദ ഇന്റഗ്രൽ ഫ്രം വിച്ച് വൺ ടു വിച്ച് വൺ. ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തരും. ഇപ്പൊ -π to π ആണെങ്കിൽ ഇവിടെ -π, ഇവിടെ π, അത്ര ഒരു വ്യത്യാസം. 0 to 2π ഏതാണോ റാൻഡം പ്രോസസ് പുള്ളിയെ നമ്മുടെ എഫ് ഓഫ് തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടേ ഉള്ളൂ. എനിവേ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇ ഓഫ് എക്സ് ഓഫ് ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഓട്ടോ കോറിലേഷൻ, ഞാൻ വീണ്ടും പറയുന്നു, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ WSS പ്രോസസ്സോ പാർഷ്യൽ ഡെൻസിറ്റിയോ പോലത്തെ ടോപ്പിക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ മനസ്സിലാക്കണം, ഇത് ഡിനോട്ട് ചെയ്യുന്ന മനസ്സിലാക്കണം, ഇതിന്റെ ഫോർമുല മനസ്സിലാക്കണം, പ്രോബ്ലത്തിൽ ഇത് എങ്ങനെ ചെയ്യും എന്നും കൂടെ നമുക്ക് ക്ലിയർ ആയി പോകും. സോ ഓട്ടോ കോറിലേഷൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഓട്ടോ കോറിലേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ RXX of T1 T2. ക്ലിയർ? ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RXX of T1 T2 എന്നാണ്. അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ RX of T1 T2 എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വെറുതെ R of T1 T2 എന്നും കൊടുക്കാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നു ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ RXX, കാരണം ഓട്ടോ മീൻസ് സെൽഫ് കോറിലേറ്റഡ്. കോറിലേറ്റഡിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, രണ്ട് ക്വാണ്ടിറ്റി തമ്മിലുള്ള കോറിലേഷൻ, എക്സ് ആൻഡ് വൈ തമ്മിലുള്ള കോറിലേഷൻ. ഇത് ഓട്ടോ കോറിലേഷൻ മീൻസ് self-correlated. So x and x itself, it is not x and y. You will come across another topic known as cross correlation, where it may be denoted by RXY because രണ്ട് term ഉണ്ട്. Clear? നമുക്ക് പിന്നെ നോക്കാം. So RXX of T1 to T2 എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കി. It is the expected value of the product of any two members of the random process. Clear? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. It is the expected value of the product of any two members of the random process x of t1 and x of t2. Look here, product കണ്ടോ, x of t1 ഉം x of t2 നെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ എക്സ്പെക്ടേഷൻ. അതാണ് ഓട്ടോ കോറിലേഷന്റെ പ്രത്യേകത. ഇവിടെ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗം അവിടെയാണ്. ഇത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ T1 എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ക്ലിയർ? ഇപ്പൊ ഫസ്റ്റ് ടൈം T1 എന്ന് പറയുന്ന ടൈമിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു മീൻ വാല്യൂ ആണ്. സോ അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2 എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ ദ എക്സ്പെക്ടേഷൻ അറ്റ് ദ ടൈം T2. സോ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് T2.
നിങ്ങൾ ഒരിക്കലും ഈ പ്രോഡക്റ്റിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ക്ലിയർ? ഇത് ഫസ്റ്റ് ടൈമിന്റെ മീനും സെക്കൻഡ് ടൈമിന്റെ മീനും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഓട്ടോ കോറിലേഷന്റെ ഡെഫിനിഷൻ പറയുന്നത് യു ടേക്ക് എ പ്രോസസ് എക്സ് ഓഫ് ടി. ഞാൻ ഒരു എക്സാമ്പിൾ തരാം, അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. Clear? A cos omega t plus theta, something like that. So let me write what is x of t1. X of t1 can be written as A cos omega t1 plus theta, and x of t2 can be written as A cos omega t2 plus theta. Clear? Problem ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. കാരണം ആ തീറ്റ ചിലപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് തരാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് തന്നു കഴിഞ്ഞാൽ ഏത് ഇന്റർവെല്ലിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് തരും. സോ അത് നിങ്ങൾ കൺസേൺ ആവേണ്ട, പ്രോബ്ലം എത്തുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആക്കുക. സോ ഹൗ ടു ടേക്ക് ദ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു പ്രോസസ്സസ് എക്സ് ഓഫ് t1 ആൻഡ് എക്സ് ഓഫ് t2 എന്ന് പറഞ്ഞാൽ I will write it like this. Rxx of t1 t2, that is autocorrelation of t1 t2, is equal to expectation of first thing into second thing. Clear? This is the product. So what happens is a into a is a square, and you can multiply cos omega t1 plus theta into cos omega t2 plus theta. Clear? എന്നിട്ട് ഈ ഒരു ഫുൾ ഹോൾ തിങ്ങിന്റെ എക്സ്പെക്ടേഷൻ നിങ്ങൾ എടുക്കുക. എക്സ്പെക്ടേഷൻ എടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ ഫംഗ്ഷൻ എഴുതി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ, അതൊക്കെ പിന്നത്തെ കാര്യം. ക്ലിയർ? സോ ഞാൻ ഇത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇതാണ് പ്രോസസ് എങ്കിൽ അതിന് ആദ്യം t1 കൊടുക്കുന്നു, പിന്നെ t2 കൊടുക്കുന്നു. അത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഹോൾ എക്സ്പെക്ടേഷൻ എടുക്കുന്നതാണ് ഓട്ടോ കോറിലേഷൻ. ക്ലിയർ? ഇനി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ എന്താണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അപ്പൊ ക്ലിയർ ആയിട്ട് വരും. ഒരു കാര്യം ഇപ്പോഴേ നോട്ട് ചെയ്തോണം. Rxx of t1, t2 Rxx of t2, t1 സെയിം തന്നെയാണ്. ക്ലിയർ? അതിലൊരു കൺഫ്യൂഷൻ വരരുത്. t1 t2 എന്ന് എഴുതിയാലും t2 t1 എന്ന് എഴുതിയാലും സെയിം തന്നെ കിട്ടും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടേം ഓട്ടോ കോവേരിയൻസ് എന്താണെന്ന് നോക്കാം. സോ മീനും ഓട്ടോ കോറിലേഷന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം ഓട്ടോ കോവേരിയൻസ് ആണ്. ഓട്ടോ കോവേരിയൻസ് അതും ഇമ്പോർട്ടന്റ് ടേം തന്നെയാണ്. ഓട്ടോ കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് Rxx of t1 t2 ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Cxx of t1 t2 or Cx of t1 t2. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ സിംപ്ലി C of t1 t2. എനിവേ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ കോവേരിയൻസ് ഓഫ് ദ റാൻഡം പ്രോസസ് x of t1 and x of t2. കോവേരിയൻസ് തന്നെയാണ് ഓട്ടോ കോവേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോവേരിയൻസ് ഓഫ് ദ റാൻഡം പ്രോസസ് x of t1 and x of t2 obtained by observing the process x of t at times t1 and t2. Obviously ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതായത് ഞാൻ ഈ ഇമ്പോർട്ടന്റ് റിലേഷൻ, ഒരുപാട് റിലേഷൻഷിപ്പ് ഓട്ടോ കോവേരിയൻസിനും ഓട്ടോ കോറിലേഷനും സ്പെഷ്യൽ ടോപ്പിക് ആയത് കാരണം അതിന് പ്രോപ്പർട്ടീസ് 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്, 3-4 റിസൾട്ട്സ് ഉണ്ട്, വേറെ ഫോർമുലാസും ഒക്കെ ഉണ്ട്. അതിന് ഡിസ്കസ് ചെയ്യും. പക്ഷേ ബേസിക്കലി ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഓട്ടോ കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് യുവർ ഓട്ടോ കോറിലേഷൻ വിത്ത് യു. യുവർ ഓട്ടോ കോറിലേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ Rxx of t1 t2. ആ ഓട്ടോ കോറിലേഷനെ നമ്മൾ എന്ത് വെച്ച് സബ്ട്രാക്ട് ചെയ്യണം? മീൻ ഓഫ് t1 ഇൻറ്റു മീൻ ഓഫ് t2. ഞാൻ പറഞ്ഞില്ലേ എക്സ്പെക്ടേഷൻ ഓഫ് x of t1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x of t2 എന്ന് പറഞ്ഞില്ലായിരുന്നു? ആ സംഭവം വെച്ച് മൾട്ടിപ്ലൈ, ഇതിനെയാണ് നമ്മൾ മ്യൂ ഓഫ് എന്ന് ഡിനോട്ട് ചെയ്തത്, മ്യൂ എക്സ് ഓഫ് t1 ആൻഡ് മ്യൂ എക്സ് ഓഫ് t2. സോ ഓട്ടോ കോവേരിയൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡൂയിങ് ദിസ് പ്രോപ്പർട്ടി. അതായത് ഓട്ടോ കോറിലേഷനെ സബ്ട്രാക്റ്റഡ് ബൈ മീൻ ഇൻറ്റു മീൻ, മീൻ അറ്റ് ദ ടൈം t1 ഇൻറ്റു മീൻ അറ്റ് ദ ടൈം t2. ക്ലിയർ? ഈ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് ഓട്ടോ കോവേരിയൻസ് കിട്ടും. ലിസൺ, ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോണം. അതായത് if I am telling in a problem, I am giving a condition as mean is equal to 0. mu of t 0 ആണെന്ന് തരുവാണ്. എവിടെയെങ്കിലും കണ്ടാൽ ഓർത്ത് വെക്കാം, mu of t 0 എന്ന് വെച്ചു. അപ്പോൾ മീൻ 0 ആണെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഈ ടേം ഇല്ല. ഈ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ I can easily give a relation like this. Auto covariance is equal to auto correlation.
സോ അത് നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. എപ്പോഴാണ് ഓട്ടോ കോറിലേഷനും ഓട്ടോ കോവേരിയൻസും ഈക്വൽ ആവുന്നത് എന്ന് ചോദിച്ചാൽ വെൻ മീൻ ഇസ് 0. ആ പ്രോസസ്സിന്റെ മീൻ 0 ആണെങ്കിൽ ഓട്ടോ കോറിലേഷനും ഓട്ടോ കോവേരിയൻസും ഈക്വൽ ആയിരിക്കും. സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോണം. ബാക്കി പ്രോപ്പർട്ടീസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അത്ര എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ടേം അല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക കോറിലേഷൻ കോഎഫിഷ്യന്റ്. അങ്ങനെ പ്രോബ്ലത്തിലൊന്നും അധികം വരാറില്ല. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ടേം rho xx of t1 t2. It is denoted by rho xx of t1 t2 അല്ലെങ്കിൽ rho x of t1 t2 അല്ലെങ്കിൽ rho of t1 t2. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോർമുലയാണ് cxx of t1 t2. What is cxx of t1 t2? That is your auto covariance. തൊട്ട് മുന്നേ പഠിച്ച ഓട്ടോ കോവേരിയൻസ് ആണ്. ആ ഓട്ടോ കോവേരിയൻസിനെ ഡിവൈഡഡ് ബൈ, listen here, cxx of t1 t1. t1 t1 എന്ന് പറഞ്ഞാൽ it is the auto covariance of the random process x of t1 only. Clear? And this is the auto covariance of the random process x of t2 only. Clear? ഇതെല്ലാം ജസ്റ്റ് പ്രോബ്ലംസിന് ചെയ്താലേ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ആ ഫോർമുല മാത്രം, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഫോർമുലയിൽ മാത്രം പഠിച്ചു വെക്കുക. പ്രോബ്ലം സെക്ഷൻ വരുമ്പോൾ മനസ്സിലാവും എന്താണ് ഓട്ടോ കോവേരിയൻസ്, എന്താണ് ഓട്ടോ കോറിലേഷൻ എന്നത്. നൗ രണ്ട് ടേമും കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അതിൽ ഒന്ന് വേരിയൻസ് ആണ്. ഫിഫ്ത്ത് വൺ ഇസ് വേരിയൻസ്. ക്ലിയർ? വാട്ട് ഈസ് വേരിയൻസ്? വേരിയൻസ് നമ്മൾ പ്രോബബിലിറ്റിയുടെ തുടക്കത്തിൽ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ. വേരിയൻസിന്റെ ഡിനോഷൻ വളരെ സിമ്പിൾ ആണ്. സിഗ്മ സ്ക്വയർ ഓഫ് ടി അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ എക്സ് ഓഫ് ടി, ഇവിടെ അങ്ങനെ വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു expectation of x of t minus expectation of x square of t minus expectation of x of t the whole square. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലും പഠിച്ചത്. ക്ലിയർ? നമ്മൾ ആദ്യം പ്രോബബിലിറ്റിയിൽ പഠിച്ച അതേ ടോപ്പിക് തന്നെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഇദ്ദേഹത്തിന്റെ ടേം നെയിം ഒന്ന് ഓർത്ത് വയ്ക്കുക. ദിസ് ഇസ് നോൺ ആസ് മീൻ സ്ക്വയർ വാല്യൂ. ക്ലിയർ? ദിസ് ഇസ് മീൻ സ്ക്വയർ വാല്യൂ. ഈസി ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു വിടുന്നത്. ദിസ് ഇസ് മീൻ സ്ക്വയർ വാല്യൂ. MSV എന്ന് ഓർത്ത് വെച്ചാൽ മതി, മീൻ സ്ക്വയർ വാല്യൂ. സോ മീൻ സ്ക്വയർ വാല്യൂ നമുക്ക് നല്ലപോലെ ആവശ്യമുണ്ട്. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് മീൻ സ്ക്വയർ വാല്യൂ. ക്ലിയർ? So first you learn this as mean square value, and this you know that it is mean. It is your mean. First term നമ്മൾ പഠിച്ചതാണ് it is mean. Clear? So mean square value എന്താണെന്ന് പഠിച്ചു. mean the whole square, that is your variance. So variance easy ആണ്, നോട്ട് ചെയ്ത് പഠിക്കാൻ. And the last term is your cross correlation. Listen, cross correlation എന്ന് പറഞ്ഞാൽ ആറാമത്തെ ടേം cross correlation. നിങ്ങൾക്ക് ക്രോസ് കോറിലേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. When you are dealing with two or more random variables, that is when we are supposed to deal with two or more random variables, means suppose there is a random variable x of t and there is another random variable y of t with you. അല്ലാതെ ഒരു റാൻഡം വേരിയബിൾ വെച്ചിട്ടുള്ള കളിയാണെങ്കിൽ ഓട്ടോ കോറിലേഷൻ is more than enough. Clear? If there are two or more random processes, ഞാനിപ്പോ രണ്ട് റാൻഡം പ്രോസസ് എടുക്കുകയാണ്, x of t യും y of t. ക്ലിയർ? എന്നിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് എടുക്കാൻ വേണ്ടി, ഞാൻ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഐ ഹാവ് ടു യൂസ് യുവർ ക്രോസ് കോറിലേഷൻ x and y. ക്ലിയർ? Rxx is your auto correlation. Listen, you learn the term. This is auto correlation. Auto means self correlated. That is why x and y. Also Ry. This is also auto correlation of the random variable, random process y of t. Clear? So Rxy is the cross correlation value at the point t1 t2. Cross correlation എന്ന് പറയുമ്പോൾ x ഉം y ഉം തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? Rxx ന്റെ ഫോർമുല ഓർത്ത് നോക്കിക്കേ. Rxx ന്റെ ഫോർമുല എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് x of t1 into x of t2, പ്രോഡക്റ്റ് ഓഫ് ദ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ രണ്ടുപേരുണ്ട്, ഒന്ന് x of t ഒന്ന് y of t. x y എഴുതിയ സ്ഥിതിക്ക് you must write like this. This is the expectation of x of t ന്റെ സ്ഥാനത്ത് t1 കൊടുക്കുക, y of t ന്റെ സ്ഥാനത്ത് t2 കൊടുക്കുക. ക്ലിയർ? വളരെ സിമ്പിൾ. ദിസ് ഈസ് യുവർ ക്രോസ് കോറിലേഷൻ.
സോ ക്രോസ് കോറിലേഷൻ ഒരു പുതിയ ടോപ്പിക് ഒന്നുമല്ല. ജോയിന്റ്ലി WSS അല്ലെങ്കിൽ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റാൻഡം പ്രോസസ്സ് വരുമ്പോൾ യു ഹാവ് ടു യൂസ് യുവർ ക്രോസ് കോറിലേഷൻ. ക്ലിയർ? ആ സമയത്ത് ഓട്ടോ കോറിലേഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് കോറിലേഷൻ ആണ് x of t1 into y of t2 എന്ന് എടുത്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം നല്ലപോലെ പഠിക്കണം. കാരണം ഇത് ഈ ചാപ്റ്ററിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. തിയറി ആണ്, ബോറിംഗ് ആണെന്നൊന്നും പറഞ്ഞ് പഠിക്കാണ്ടിരിക്കരുത്. കാരണം എന്താ പറയുക, നമ്മളൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതായിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലാണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്യാനും പറ്റത്തില്ല. സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തിയറി ആണെങ്കിലും ഡെഫിനിഷൻ ആണെങ്കിലും ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ സ്റ്റഡി വെൽ. താങ്ക് യു.